പിണറായി വിജയൻ സർക്കാർ PR വർക്കുകളിലൂടെ സ്വന്തം മുഖമിനുക്കാൻ നടത്തിയ ശ്രമങ്ങൾ നിരവധിയാണ്. PR വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്ത പുറമോടിയിൽ തിളങ്ങി ഉള്ളുപൊള്ളയായ ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. പക്ഷേ നടത്തിയ PR പരിപാടികളെല്ലാം പൊളിഞ്ഞുപോയതും അതിന്റെ പേരിൽ സംസ്ഥാനത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതും മിച്ചം. ചില ഉദാഹരണങ്ങൾ നോക്കാം. കേരളീയമായിരുന്നു ആദ്യമായി കേരളം നടത്തിയ ഏറ്റവും വലിയ PR പരിപാടി. ആദ്യത്തെ ഒരു വർഷം നടത്തുകയും രണ്ടാമത്തെ വർഷം വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വകുപ്പുമായി സഹകരിച്ച് നടത്തിയ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ജനശ്രദ്ധ നേടുന്നതിലും ജനപങ്കാളിത്തത്തിലും വൻ പരാജയമായി പോയി. നവകേരള സദസ്സും ലോക കേരള സഭയുമെല്ലാം പൊതുപണം ധൂർത്തടിച്ചതല്ലാതെ നാടിന് എന്ത് ഗുണം ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു എന്ന അവകാശവാദത്തോടെയാണ് 2023 ആദ്യമായി കേരളീയം എന്ന പേരിൽ കേരള പാരമ്പര്യ സാംസ്കാരിക പ്രദർശനം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ പ്രദർശനം. അന്നുതന്നെ കേരളീയം വലിയ രീതിയിൽ പ്രതിപക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ലോകമാതൃകയെന്ന് അവകാശപ്പെടുന്ന കേരള മോഡൽ കേരളത്തിന്റെ ഭാവി ആവശ്യങ്ങൾ, ഭാവി കേരളം എങ്ങനെ ആയിരിക്കണമെന്ന ആലോചനകൾ, കേരളത്തെ അതിന്റെ സാംസ്കാരികവും തന്മയഭാവത്തോടും കൂടെ അവതരിപ്പിക്കൽ എന്നിവയായിരുന്നു കേരളീയം എന്ന പേരിൽ വികസന സാംസ്കാരിക മഹോത്സവത്തിലൂടെ ലക്ഷ്യമിട്ടത്. പക്ഷേ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും സർക്കാരിന് സാധിച്ചിട്ടില്ല. കേരളീയം വർഷാവർഷങ്ങളിൽ തുടർച്ചയായി സംഘടിപ്പിക്കുമെന്നാണ് ആദ്യത്തെ എഡിഷൻ മുതൽ സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ആദ്യത്തെ എഡിഷനോടെ തന്നെ സർക്കാരിന് മടുത്തു. രണ്ടാം എഡിഷൻ നടന്നില്ല. രണ്ടാം എഡിഷന് 2024 നടപടികൾ ആരംഭിച്ചുവെങ്കിലും അതിനിടയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നതിനാൽ ആ വർഷം പരിപാടി വേണ്ടെന്ന് വെച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പണമില്ലാത്തത് കൊണ്ട് തന്നെയാകാം കഴിഞ്ഞ വർഷവും പരിപാടി വേണ്ടെന്ന് വെച്ചത്. ഇപ്പോൾ മൂന്നാം എഡിഷൻ നടക്കുമോ എന്ന് ഉറപ്പുമില്ല. ഇതുവരെ സർക്കാർ മൂന്നാം എഡിഷനെ കുറിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. 27 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് പരിപാടിക്കായി നീക്കിവെച്ചിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ 11 കോടി രൂപയോളം ലഭിച്ചുവെന്ന് സർക്കാർ പറഞ്ഞുവെങ്കിലും വരവ് ചെലവ് കണക്ക് എവിടെയുമില്ല. അടുത്തതായിരുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എന്ന ഒരു മാസം നീണ്ടുനിന്ന ശാസ്ത്ര മാമാങ്കം. 2024 തിരുവനന്തപുരത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവൽ എന്ന അവകാശവാദവുമായി തിരുവനന്തപുരം തോന്നക്കിലെ 360 ലൈഫ് സയൻസ് പാർക്കിൽ ശാസ്ത്ര പ്രദർശനം നടന്നത്. 2.5 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്ത് സജ്ജമാക്കിയ ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റ് ഉൽപ്പത്തി മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള പ്രപഞ്ച സഞ്ചാരം അടയാളപ്പെടുത്തുന്ന ക്യൂറേറ്റഡ് എക്സിബിഷൻ, അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയായിരുന്നു. പ്രപഞ്ചത്തിന്റെ മാതൃക ഡാർവിൻ സഞ്ചരിച്ച HMS ബീഗിൾ എന്ന കപ്പലിന്റെ ബൃഹത് രൂപം, ദിനോസറിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥികൂട മാതൃക, ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ, മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം, അങ്ങനെ വ്യത്യസ്ത തരം കാഴ്ചാനുഭവങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഹൈപ്പ് നൽകിയ മറ്റൊരു പരിപാടി കേരള സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. വിദേശ ഏജൻസികളുടെ അടക്കം പങ്കാളിത്തമുണ്ടാകുമെന്നും അവകാശപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ, അമ്യൂസിയം ആർട്ട് സയൻസ്, US കോൺസുലേറ്റ് ജനറൽ, ബ്രിട്ടീഷ് കൗൺസിൽ, ജർമ്മൻ കോൺസുലേറ്റ്, അലിയാൻസ് ഫ്രാൻസിസ് അടക്കം നിരവധി രാജ്യാന്തര ദേശീയ ഏജൻസികൾ ഇതിലേക്ക് സംഭാവന ചെയ്യുമെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നതാണ്. പക്ഷേ പ്രദർശന സ്ഥലം തെരഞ്ഞെടുപ്പിലെ അപാകത കാരണം വേണ്ടത്ര ആളുകളെ ആകർഷിക്കാൻ ഫെസ്റ്റിവലിന് സാധിച്ചില്ല. സർക്കാർ ഇതര സംഘാടകർ കടത്തിലായതാണ് മറ്റൊരു വശം. കടക്കണിയിലായ സംഘാടകരോട് സർക്കാരിന് മറുപടിയുമില്ല. ഫെസ്റ്റിവലിനായി അഹോരാത്രം പണിയെടുത്ത പാവപ്പെട്ടവർക്ക് പണം പോലും നൽകിയില്ല എന്ന ചീത്തപ്പേര് വേറെയും. തികഞ്ഞ പരാജയം എന്ന് വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തിയില്ല. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഒരു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലത്ത് ഇത്രയധികം പണം ചെലവഴിച്ച് ഇങ്ങനെയൊരു പരിപാടി നടത്തണോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് വിമർശനമുണ്ടായി. നവകേരള സദസ്സ് നടക്കുന്ന ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി. കുറെ പ്രതിഷേധക്കാരുടെ തല DYFIക്കാർ അടിച്ചു പൊട്ടിച്ചത് മാത്രം മിച്ചം. ഇക്കാലത്താണ് മുഖ്യമന്ത്രിയുടെ അതിപ്രശസ്തമായ രക്ഷാപ്രവർത്തനം പരാമർശം വരുന്നത്. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന DYFIക്കാരും പോലീസും ചെയ്യുന്നത്
രക്ഷാപ്രവർത്തനമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം. രക്ഷാപ്രവർത്തനം പരാമർശത്തിന് ഏറെ ട്രോളുകളും ലഭിച്ചു. പോസ്റ്റർ അടിക്കാൻ മാത്രം 9 കോടി രൂപ ചിലവാക്കിയ പരിപാടി ധൂർത്തല്ലാതെ മറ്റെന്താണ് എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇനി ഇതുകൊണ്ട് നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ കൈമലർത്തും. 94% അപേക്ഷകളും തീർപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും പല ഫയലുകളും താഴെത്തട്ടിലേക്ക് തട്ടി നടപടി അവസാനിപ്പിച്ചതായി ആക്ഷേപമുണ്ട്. ഒടുവിലിതാ സർക്കാർ അടുത്ത PR സ്റ്റണ്ടുമായി ഇറങ്ങിയിരിക്കുകയാണ്. വികസന സദസ്സ് എന്ന് പേരിട്ട് സർക്കാർ ഖജനാവ് ദൂർത്തടിക്കുന്നതിന് മറ്റൊരു PR വർക്കുമായാണ് എത്തിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനുള്ള ചിലവ് വഹിക്കേണ്ടത്. നാടിന്റെ വികസനത്തിന് പോലും ഫണ്ട് അനുവദിക്കാത്ത സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടിക്ക് തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വന്തം ഫണ്ട് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നതിന്റെ സാങ്കത്യമാണ് മനസ്സിലാകാത്തത്. UDF വികസന സദസ്സുമായി സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഇത്തരം പരിപാടികൾ എന്നാണ് സർക്കാർ പറയുന്നത് എങ്കിലും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനുള്ള PR മാമാങ്കങ്ങളാണ് ഇതെല്ലാം എന്നതാണ് മറ്റൊരു വസ്തുത.